St. Thomas Orthodox Vaidiga Sangam, Reverend Fathers, Reverend Deacon, office bearers of the Malankara Orthodox Church of the Diocese of Delhi, of its various parishes, all brothers and sisters present here, especially the choral groups from the various churches, and dearly beloved children. May I express my profound gratitude to the members of the Ethiopian Orthodox Tewahedo Church for being present with us this evening and to bless our Christmas carol singing with their liturgical songs. I pray that God will bless each and every one of you. We look forward to closer relationship with the Ethiopian Church, and in the coming year, it is quite probable that His Holiness, the Catholicos of the East and Malankara Metropolitan, His Holiness Basilios Marthoma Matthews III, will be visiting Ethiopia to meet with His Holiness Patriarch Matthias, and also a group of bishops will be going to Ethiopia to discuss how we can better our present warm relationship with the Ethiopian Church. On this occasion, may I take this opportunity to wish everybody a very warm Christmas, and may God bless each one of you with a blessed 2026. എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ക്രിസ്മസ് ആശംസകളും പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞു തരട്ടെ. മനുഷ്യ ഹൃദയത്തിൽ ദൈവം വസിക്കുവാനായിട്ടുള്ള അഭിലാഷം ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പാപത്തിൽ കഴിഞ്ഞിരിക്കുന്ന ആദമും ഹവ്വായും ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. പാപം കൊണ്ട് നഗ്നരായി എന്ന് ബോധ്യമുണ്ടെങ്കിലും ആ ദൈവവിളി കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആ സൃഷ്ടാവും സ്നേഹം നിറഞ്ഞ പിതാവിന്റെ ആ സ്വരം കേട്ടപ്പോൾ അതിലേക്ക് തിരിഞ്ഞ് ആ പിതാവിനോട് ഒന്നായിരിക്കുവാനായിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹം. അങ്ങനെ ഈ പ്രവാചകന്മാരും, എസേക്കിയേൽ പ്രവാചകൻ, യെരമ്യാ പ്രവാചകൻ, യെശയ്യാവ് പ്രവാചകൻ, ഹോശിയ പ്രവാചകൻ, ഇങ്ങനെ ഈ പ്രവാചകന്മാർ എല്ലാവരും അവരുടെ കൃതികളിൽ പറയുന്നത് ഈ ദൈവവും മനുഷ്യനും കൂടി ഒരുമിച്ച് വസിക്കുവാനായിട്ടുള്ള ഈ അഭിലാഷമാണ്. There is an intense desire in the human heart to experience the visible. അപ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെടും, പക്ഷെ പ്രത്യക്ഷമായിട്ട് ദൈവം നമ്മളുടെ പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിക്കാറില്ലേ കർത്താവെ പെട്ടെന്ന് വരണം എന്നുള്ള ആ ഒരു വലിയ പ്രാർത്ഥന, വലിയ ആഗ്രഹം. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും ഉയരുന്ന ഒരു ഗീതമാണ്, ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ദീർഘകാലം ഈ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഉയരുമ്പോൾ ഈ സുഗന്ധം പോലെ, just like incense, when these prayers go up, we think that God is not listening, but then God is always listening. എപ്പോഴും അതിന്റെ സ്പഷ്ടമായിട്ടുള്ള ഉത്തരമാണ്. തന്റെ ഏകജാതന് പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത്, സമയത്തിന്റെ തികവിൽ എന്ന് വെച്ചാൽ അതിനു മുൻപേ മനുഷ്യാവതാരം യേശുക്രിസ്തു ചെയ്തിരുന്നെങ്കിൽ മനുഷ്യർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല. എന്നിട്ട് പോലും നമുക്കറിയാം ഏതാനും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ
ജനിച്ച യേശുവിനെ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ മധ്യത്തിൽ വസിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സൂചിപ്പിക്കുന്ന പോലെ വചനം ജഡമായി നമ്മുടെ മധ്യത്തിൽ കൂടാരമടിച്ചു, അല്ലെങ്കിൽ വസിച്ചു. ആ വലിയ അനുഭവമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അഭിവന്യ കുലങ്ങര തിരുമേനിയും ബാക്കി എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിൽ ദൈവം ജനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് അർത്ഥമില്ല. വെളിപാട് പുസ്തകത്തിന്റെ മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് 21-ാം അധ്യായത്തിൽ പറയുന്നത്. അവിടെ ദേവാലയമുണ്ട്. അവിടെ ദൈവം തന്റെ ജനത്തിന്റെ മധ്യത്തിൽ വസിച്ചുകൊണ്ട്, കാരണം തന്റെ ജനം തന്റെയാണ്, തന്റെ മക്കളാണ് എന്നുള്ള ബോധ്യത്തിന്റെ പൂർത്തീകരണം വെളിപാടിൽ കാണുന്നത് ഈ ദൈവം ഈ ജനത്തിന്റെ മധ്യത്തിൽ വസിക്കുകയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, തിരുപ്പിറവി കർത്താവിന്റെ ജനത്തിൽ, when we celebrate our greatest desire to have Jesus with us in our hearts, it must come from the heart. സമാധാനത്തിന്റെ കാര്യം പറഞ്ഞു, എല്ലാത്തിന്റെയും കാര്യം പറഞ്ഞു. അതിവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ദൈവം വസിച്ച് നമ്മൾക്ക് സമാധാനവും സന്തോഷവും പകർന്നു തരുവാൻ ഈ തിരുപ്പിറവി നമുക്ക് ഒരു അനുഭവമായി തീരണം. എന്നാൽ മാത്രമേ ഇത് ആഘോഷിക്കുന്നതിന് അർത്ഥമുള്ളൂ. എൻ്റെ സന്തോഷം യഥാർത്ഥമായിട്ടുള്ള സന്തോഷമായി തീരണമെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വസിക്കുന്നു എന്നുള്ള ബോധ്യം, നമ്മളുടെ പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും നിരാശകളും ഒക്കെ അത് മാറിക്കിട്ടും പറഞ്ഞപ്പോൾ അവൻ ഇല്ലാതെയാകുന്നത്. Our problems don't disappear. Neither did it disappear when Jesus was born. People were still suffering injustice, deprivation. തിരുമേനി സൂചിപ്പിച്ചു പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണിയും ചൂഷണവും ഇതെല്ലാം തന്നെയും അന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് ദൈവം നമ്മുടെ മധ്യത്തിൽ ആയിത്തീരും. ഇത് സഹിക്കാനായിട്ടുള്ള ശേഷിയും ശക്തിയും ഈ കർത്താവ് നമുക്ക് തരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂടിവരവും നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള ഈ ക്രിസ്മസ് കാരൽസ് എല്ലാം പാടുന്നവരും കേൾക്കുന്നവരും എല്ലാവർക്കും ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനവും സന്തോഷവും ദൈവം പകരട്ടെ. കുടുംബങ്ങളിൽ ശാശ്വതമായ സമാധാനവും സ്നേഹവും പകരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ ഇടവകളിൽ നമ്മുടെ സഭയിൽ സമാധാനവും ശാന്തിയും വാഴട്ടെ. അങ്ങനെ ഈ സഭയിൽ കൂടി ഇടവകൾ കൂടി മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ സമാധാനവും ശാന്തിയും പകർന്നു കൊടുത്ത് ഈ പുതുവർഷത്തിൽ നമ്മൾക്ക് ഇത് ലോകത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ദാനമായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.